പ്രിയപ്പെട്ട മക്കളെ, ക്വിസ് ബീറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് വേണ്ടി സ്വാതന്ത്ര്യദിന ക്വിസിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇതിൽ ഓരോ ചോദ്യവും വ്യക്തമായി മനസ്സിലാക്കുന്ന തരത്തിൽ വിവരിച്ചു തരുന്നുണ്ട്. എല്ലാ ചോദ്യവും കണ്ട് മനസ്സിലാക്കുക. 1930 മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമം. ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡിയാത്ര ആരംഭിച്ചത്. 78 അനുയായികളുമായാണ് ഗാന്ധിജി ഈ ചരിത്രയാത്ര തുടങ്ങിയത്. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ആര്? ബാലഗംഗാധര തിലകനാണ് സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത്. ലോകമാന്യ എന്ന വിശേഷണത്താൽ അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലകൻ. ഇന്ത്യയുടെ വക്താവ് എന്നറിയപ്പെടുന്നത് ആര്? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വക്താവ് എന്നറിയപ്പെട്ടത്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. 1928 ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഈ സമരവിജയം നൽകിയ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ സർദാർ എന്ന് വിളിക്കാൻ കാരണമായത്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ജനപ്രിയമാക്കിയത് ആര്? ഭഗത് സിംഗ് ആണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ജനപ്രിയമാക്കിയത്. എന്നാൽ മൗലാന ഹസ്രത്ത് മൊഹാനിയാണ് ഈ മുദ്രാവാക്യം ആദ്യമായി രചിച്ചത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്നതായിരുന്നു ഗാന്ധിജിയുടെ ആഹ്വാനം. ബോംബെയിലെ ഗവാലിയ ടാങ്ക് മൈതാനത്താണ് ഗാന്ധിജി ഈ പ്രഖ്യാപനം നടത്തിയത്. ആയിരത്തി 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയത് ആരാണ്? മാഡം ബിക്കാജി കാമയാണ് ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയത്. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഫ്രോണ്ടിയർ ഗാന്ധി അഥവാ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഭാരതരത്നം ലഭിച്ച ആദ്യ വിദേശിയാണ് അദ്ദേഹം. ചൗരി ചൗര സംഭവം നടന്ന വർഷമേത്? 1922 ചൗരി ചൗര സംഭവം നടന്നത്. ഈ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷമേത്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലായിരുന്നു ആദ്യ സമ്മേളനം. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആര്? പിംഗലി വെങ്കയ്യ ആണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി. ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന എത്ര സെക്കൻഡിനുള്ളിൽ പാടിത്തീർക്കണം?
52 സെക്കൻഡാണ് ദേശീയഗാനം ആലപിക്കാനുള്ള സമയം. ഇതിൻ്റെ ഹ്രസ്വപതിപ്പ് പാടാൻ 20 സെക്കൻഡ് വേണം. ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത്. അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ദേശീയ പതാകയിലെ അശോക ചക്രത്തിന് എത്ര ആരക്കാലുകൾ ഉണ്ട്? 24 ആരക്കാലുകളാണ് അശോക ചക്രത്തിന് ഉള്ളത്. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിലെ 24 മണിക്കൂറിനെയും പ്രയാണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി കൂടിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര എവിടെ നിന്നാണ് സ്വീകരിച്ചത്? സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്രയായ സിംഹമുദ്ര സ്വീകരിച്ചത്. ഇതിൻ്റെ അടിഭാഗത്തായി സത്യമേവ ജയതേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. ശുദ്ധജലത്തിൽ മാത്രം വസിക്കുന്നവയെ സുഷു എന്നും വിളിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ദേശീയ പഴം ഏതാണ്? മാമ്പഴമാണ് ഇന്ത്യയുടെ ദേശീയ പഴം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാങ്ങയുടെ ശാസ്ത്രീയ നാമം മാഞ്ചിഫെറ ഇൻഡിക്ക എന്നാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ലേബർ പാർട്ടി നേതാവായിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ അനുകൂലിച്ചിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആര്? ലൂയിസ് മൗണ്ട് ബാറ്റൻ പ്രഭുവായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രി. രാജ്യത്തെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഇരുമ്പ് മനുഷ്യനാണ് അദ്ദേഹം. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ്? ചെങ്കോട്ടയിലാണ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിയാണ് കർത്തവ്യപഥിൽ പതാക ഉയർത്തുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മഹാത്മാഗാന്ധി എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. രാജ്യത്ത് അന്ന് നടന്ന വർഗീയ കലാപങ്ങൾ തടയാൻ അദ്ദേഹം അവിടെ ഉപവാസത്തിലായിരുന്നു.
ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രശസ്തമായ പ്രസംഗം നടത്തിയത് ആര്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയത്. ഇന്ത്യയ്ക്കൊപ്പം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന മറ്റൊരു ഏഷ്യൻ രാജ്യം ഏത്? ദക്ഷിണ കൊറിയ. 1945 ജപ്പാൻ ആധിപത്യത്തിൽ നിന്നുള്ള മോചനമാണ് അവർ ആഘോഷിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആര്? മോഹൻ സിംഗ്. പിന്നീട് സുഭാഷ് ചന്ദ്രബോസാണ് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത്. ഡൽഹി ചലോ എന്ന മുദ്രാവാക്യം നൽകിയതാര്? സുഭാഷ് ചന്ദ്രബോസാണ് ഡൽഹി ചലോ എന്ന മുദ്രാവാക്യം നൽകിയത്. നേതാജി എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് സമ്മാനിച്ചത് ജർമ്മനിയിലെ അനുയായികളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ വർഷങ്ങളിലും അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു. മലബാർ കലാപം നടന്ന വർഷമേത്? 1921. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നേതൃത്വം നൽകിയ പ്രധാന ചരിത്ര സംഭവമാണ് മലബാർ കലാപം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന സംഘാടകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പയ്യന്നൂരിൽ ഉപ്പ് കുറുക്കിയ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാര്? കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. 1930 ഏപ്രിൽ മാസത്തിലാണ് കേരളത്തിൽ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച പ്രമുഖ തിരുവിതാംകൂർ ദിവാൻ ആര്? വേലുത്തമ്പിദളവ. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത ധീരനായ മലയാളി നേതാവാണ് അദ്ദേഹം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പൊരുതി വീരമൃത്യു വരിച്ച വയനാട്ടിലെ പഴശ്ശിരാജയുടെ ഔദ്യോഗിക പദവി എന്തായിരുന്നു? കേരളവർമ്മ പഴശ്ശിരാജ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവി. കേരള സിംഹം എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷമേത്? 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. AK ഗോപാലനായിരുന്നു ഈ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. തിരുവിതാംകൂറിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ്. അയ്യങ്കാളി. ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ച വർഷമേത്? 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത്. S. നീലകണ്ഠ അയ്യരുടെ നേതൃത്വത്തിലാണ് ഇത് നിലവിൽ വന്നത്. പാലിയം സത്യാഗ്രഹം നടന്ന വർഷമേത്?
1947-48 വർഷത്തിലാണ് പാലിയൽ സത്യാഗ്രഹം നടന്നത്. റോഡ് ഉപയോഗിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് സി കേശവനാണ് ഇതിന് നേതൃത്വം നൽകിയത്. മലബാറിൽ ഉപ്പു സത്യാഗ്രഹ ക്യാപ്റ്റനായി പ്രവർത്തിച്ച വനിതാ നേതാവ് ആര്? AV കുട്ടിമാളു അമ്മയാണ് മലബാറിൽ ഉപ്പു സത്യാഗ്രഹ ക്യാപ്റ്റനായി പ്രവർത്തിച്ച വനിതാ നേതാവ്. ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പ്രമുഖ മലയാളി വനിതയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് എവിടെ വെച്ചാണ്? 1911 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിച്ചത്. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിലാണിത് ആദ്യം രചിച്ചത്. സാരേ ജഹാം സേ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാം സേ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത്. ഇത് പിന്നീട് താരാന ഇ ഹിന്ദ് എന്നും അറിയപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യ വനിതാ വിദേശകാര്യമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ആദ്യത്തെ വനിതാ വിദേശകാര്യമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. എന്നാൽ അവർ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ വകുപ്പ് അധികമായി നോക്കിയത്. അങ്ങനെയല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ പൂർണ്ണ സമയ വനിതാ വിദേശകാര്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം സുഷമ സ്വരാജ് എന്നാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത് ആര്? ഭഗത് സിംഗ് ആണ് ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത്. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം പാന്തറ ടൈഗ്രിസ് എന്നാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? 3:2. സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പ് 1947 ജൂലൈ 22 ഇന്നത്തെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? താമര. താമരയെ ദേശീയ പുഷ്പമായി ഔദ്യോഗികമായി അംഗീകരിച്ചത് 1950 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കോമഗാതമാരു ഏത് രാജ്യത്തിൻ്റെ കപ്പലായിരുന്നു? ജപ്പാൻ. കാനഡയിലെ കുടിയേറ്റ നിയമങ്ങളെ എതിർക്കാൻ വേണ്ടി ഗുർദിത് സിംഗ് വാടകയ്ക്കെടുത്ത ജപ്പാനീസ് കപ്പലാണിത്. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചിരിക്കുന്നത് ഏതിനെയാണ്? മയിൽ. 1963 മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. വന്ദേ മാതരം ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ ആലപിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. 1896 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം ഇത് ആദ്യമായി പാടിയത്. പ്രിയപ്പെട്ട മക്കളെ, ഈ വീഡിയോ നിങ്ങളുടെ സ്വാതന്ത്ര്യദിന ക്വിസ് പ്രിപ്പറേഷന് വേണ്ടി ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ക്വിസ് ബീറ്റ് മലയാളം എന്ന ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ സ്വാതന്ത്ര്യദിന ക്വിസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. Thanks for watching.